വിസ നിയമങ്ങൾ ലംഘിച്ച് ഖത്തറിൽ അനധികൃതമായി താമസിക്കുന്ന വിദേശികൾക്ക് ശിക്ഷ കൂടാതെ രാജ്യം വിടാൻ അനുവദിച്ച 3 മാസത്തെ കാലയളവ് ഈ മാസം 9-ന് സമാപിക്കും. മലയാളികൾ ഉൾപ്പെടെ നിരവധി ഇന്ത്യക്കാരാണ് പൊതുമാപ്പ് ഉപയോഗപ്പെടുത്തി ഇതിനകം രാജ്യം വിട്ടത്. ഫെബ്രുവരി 9-ന് നിലവിൽ വന്ന 3 മാസത്തെ പൊതുമാപ്പ് കാലയളവ് അഥവാ ഗ്രേസ് പീരീഡ് മെയ് 9-ന് അവസാനിക്കും. മതിയായ താമസ രേഖകളില്ലാതെ അനധികൃതമായി ഖത്തറിൽ കഴിയുന്നവർക്ക് പിഴയോ ശിക്ഷയോ ഇല്ലാതെ തങ്ങളുടെ രാജ്യങ്ങളിലേക്ക് മടങ്ങാൻ അവസരമൊരുക്കുന്നതാണ് പൊതുമാപ്പ്. പ്രവാസികളുടെ എൻട്രി, എക്സിറ്റ്, റെസിഡൻസ് എന്നിവ നിയന്ത്രിക്കുന്ന 2015-ലെ നിയമം ലംഘിക്കുന്നവർക്ക് ഇളവുകൾ ഉപയോഗപ്പെടുത്തി രാജ്യം വിടാൻ അനുവാദം നൽകുന്നതാണ് 3 മാസത്തെ ഈ കാലയളവ്. നിയമലംഘകർക്ക് ഹമദ് വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയോ സൽവാർ റോഡിലെ സെർച്ച് ആൻഡ് ഫോളോ അപ്പ് വിഭാഗത്തിലെത്തിയോ ഗ്രേസ് പീരീഡ് ഉപയോഗപ്പെടുത്താമെന്ന് ആഭ്യന്തര മന്ത്രാലയം നേരത്തെ അറിയിച്ചിരുന്നു. ദിവസവും ഉച്ചയ്ക്ക് 1 മണി മുതൽ രാത്രി 9 വരെയാണ് സെർച്ച് ആൻഡ് ഫോളോ അപ്പ് വിഭാഗം ഓഫീസിന്റെ പ്രവർത്തന സമയം. വിസ കാലാവധി കഴിഞ്ഞിട്ടും താമസം തുടരുക, സന്ദർശക കുടുംബ വിസകളിലെത്തി കാലാവധി കഴിഞ്ഞും രാജ്യത്ത് തുടരുക തുടങ്ങി വിവിധ വിസ നിയമങ്ങൾ ലംഘിച്ച പ്രവാസികൾക്ക് പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകളുമായി ഹമദ് വിമാനത്താവളത്തിലെത്തി നടപടികൾ പൂർത്തിയാക്കി തന്നെ നിയമപ്രകാരം നാട്ടിലേക്ക് മടങ്ങാനുള്ള അവസരമാണിത്. റെസിഡൻസ് പെർമിറ്റ് ഇല്ലാത്തവർ, RP കാലാവധി കഴിഞ്ഞ് 90 ദിവസത്തിനുള്ളിലും പുതുക്കാതെ രാജ്യത്ത് തുടരുന്നവർ, തൊഴിലുടമയിൽ നിന്നൊളിച്ചോടി രാജ്യത്ത് തുടരുന്നവർ തുടങ്ങിയ വിഭാഗക്കാരാണ് സാധാരണ നിലയിൽ അനധികൃത താമസക്കാരുടെ പട്ടികയിൽ ഉൾപ്പെടുക. അതേസമയം പൊതുമാപ്പ് ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് മറ്റ് നിയമപരമായ ബാധ്യതകളോ തടസ്സങ്ങളോ ഉണ്ടാവാൻ പാടില്ലെന്നും വ്യവസ്ഥയുണ്ട്. സാമ്പത്തിക കേസ് ഉൾപ്പെടെയുള്ളവർക്ക് അത് പൂർത്തിയാക്കി മാത്രമേ രാജ്യം വിടാൻ അനുവാദമുണ്ടാകൂ. തൊഴിൽ തട്ടിപ്പ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ കുടുങ്ങി നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാതെ ദുരിതം നേരിട്ട നിരവധി പേർ പൊതുമാപ്പ് ആനുകൂല്യം പ്രയോജനപ്പെടുത്തി ഇതിനോടകം രാജ്യം വിട്ടിട്ടുണ്ട്. അൻവർ പാലേരി, 24 ദോഹ.